ശരി ജൂഡ്, നീ ഇപ്പോഴെങ്കിലും സത്യം പറയും. എന്തുകൊണ്ട് ആ ഒരു ഫാദറിനെ സംരക്ഷിക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്നത്? ഇനി മറിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ജൂഡിനും വേറെ വഴിയില്ല, ഇനി സത്യങ്ങൾ എന്തായാലും പറഞ്ഞേ മതിയാവൂ. അപ്പോൾ ജൂഡ് പറയും, ശരിയാണ്, അയാൾ മരിച്ചതിലൊരു തെറ്റുമില്ല, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അയാൾ എപ്പോഴും കുടിക്കുന്ന ഒരാളായിരുന്നു. ഓരോ തവണയും പ്രാർത്ഥനയ്ക്കിടയിലെ അയാൾ ആ ഒരു റൂമിനകത്തേക്ക് കയറി അവിടെയുള്ള സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് മദ്യം വെച്ചിട്ട് അത് കുടിക്കുമായിരുന്നു. അത് മനസ്സിലാക്കിയ അയാൾക്കൊരു നാണക്കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കുപ്പി മാറ്റാൻ വേണ്ടി ആ റൂമിനകത്തേക്ക് പോയത്. കാരണം ഒരു സാധാരണ ആളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഇതൊരു ചർച്ച് നടത്തുന്ന ഒരു ഫാദറാണ്. അദ്ദേഹം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള വിശ്വാസികൾക്ക് ഈ ചർച്ചിനോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് പറയും, എന്ത് തന്നെയായാലും നീ ഒരു കൊലയാളിയാണ് രക്ഷപ്പെടാനായിട്ട് അനുവദിച്ചത്, അതുകൊണ്ട് നിനക്ക് ഈ കാര്യം എന്നോടെങ്കിലും പറയാമായിരുന്നു. ശരി, എവിടെയാണ് ആ ഒരു ബോട്ടില്? അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ജൂഡ് പറയും, അതിവിടെ തന്നെയാണെന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവൻ്റെ മുറിയിലേക്ക് കയറി അവിടെയുള്ള കബോർഡും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ആ ഒരു ബോട്ടിൽ കാണാനില്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ആരോ ഒരാൾ ഇതിനകത്തേക്ക് കയറിയിട്ട് ആ ബോട്ടിൽ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അതെന്തായാലും ആ ഒരു കൊലയാളിയായിരിക്കാം. അതുമല്ല, ഈ ഫാദറിന്റെ കാര്യങ്ങൾ കേൾക്കുന്ന അന്ന് ചർച്ചിലുണ്ടായിരുന്ന അത്രയും പേരിൽ ആരോ ഒരാളാണ് യഥാർത്ഥ കൊലയാളി. അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നാളെ ആ ഒരു ഫാദറിന്റെ അടക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു വീഡിയോ എനിക്ക് കാണണമെന്നും പറഞ്ഞ് ആ വീഡിയോ ഇവർ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ആ ഒരു ഫാദർ ഉണ്ടല്ലോ, അയാളുടെ ശരീരം ശവപ്പെട്ടിയിൽ വെച്ച് അടക്കം ചെയ്ത് ബാക്കി എല്ലാവരും ആ ശരീരം കണ്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അവസാനമായിട്ട് മാർത്ത, ഇത്രയും കാലം അയാളോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരേ ഒരാൾ മാർത്ത മാത്രമാണല്ലോ. അതുകൊണ്ട് മാർത്ത ഒറ്റയ്ക്ക് വന്നിട്ട്, ഫാദർ, എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്, മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, അതെനിക്ക് ഉറപ്പാണ് എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ അവിടേക്ക് വന്നിട്ട് ആ ഒരു ശവപ്പെട്ടി മൂടുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ആ ശവപ്പെട്ടിയായിട്ട് ഇവര് ഫാദറിന്റെ അച്ഛനെ എവിടെയാണോ അടക്കിയിരിക്കുന്നത് അതേ കല്ലറയ്ക്കുള്ളിലേക്ക് തന്നെ ആ ശവപ്പെട്ടിയും കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ആ ഒരു കല്ലറ വലിയൊരു ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അടയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് ഒരാൾക്കും ആ കല്ലറ തുറക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെയാണ് ആ ഒരു കല്ലറ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ക്രെയിൻ ഇവിടേക്ക് കൊണ്ടുവന്നതിന്റെ ബില്ലും കാര്യങ്ങളെല്ലാം അതിനിപ്പോൾ പുതിയ ഫാദറാണല്ലോ നോക്കി നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോഡ് ആ ബില്ലും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിന് കയ്യെഴുത്തും കൊടുത്ത് അത് കഴിഞ്ഞ് ഈ ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യാനായിട്ടാണ് ഇവർ പോകുന്നത്. കൂടാതെ നമ്മുടെ ജോഡ് ഇവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, അന്നൊരു ദിവസം എന്നെപ്പറ്റി നിങ്ങളെല്ലാവരും ഇതിനകത്ത് എന്തോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ അകത്തേക്ക് വന്നപ്പോൾ എന്നെ എല്ലാവരും അടിച്ച് പുറത്താക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ദിവസം എന്താണ് ഇവിടെ സംഭവിച്ചത് അതെനിക്ക് മനസ്സിലാക്കിയേ മതിയാവുമെന്ന് ഇങ്ങനെ പറയുന്നത്. ഇവിടെയുള്ള ആരും അതിനെപ്പറ്റി സംസാരിക്കാണ്ട് തയ്യാറല്ല. എല്ലാവരും മിണ്ടാതെ തന്നെ നിൽക്കാണ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ഡ്രവൻ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, വേറെയുടെ സഹോദരൻ, അവരവിടേക്ക് വന്ന്, അല്ല അവരോട് ചോദിച്ചിട്ട് എന്തിനാ, ഞാനതെല്ലാം വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നതും അവനിപ്പോൾ റൂമിനകത്തേക്ക് കയറി പോകുമ്പോൾ ഇവര് റൂമിനകത്തേക്ക് കയറാണ്ട് വരുന്നതും ഇത് കണ്ട മാർത്ത, വേറ, പിന്നെ നമ്മുടെ ഡോക്ടർ, ആ എഴുത്തുകാരൻ, വിവിയൻ, വയലിനിസ്റ്റ് ഉണ്ടല്ലോ, ഇവരെല്ലാവരും ടെൻഷനായിട്ട് ഇവരെ തടയാനായിട്ട് ഓടി വരികയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോ ഡോർ അടയ്ക്കാണ്ട് വരുമ്പോഴത്തേക്കും മാർത്ത പ്രത്യേകം പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങളത് കേൾക്കരുത്, കേട്ട് കഴിഞ്ഞാൽ ഈ ചർച്ചിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മാനവും മര്യാദയും എല്ലാം നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ ഡോർ അടച്ച് ആ വീഡിയോയിൽ എന്താണുള്ളത്, അന്ന് എന്താണ് സംഭവിച്ചത്, ഇവരെന്താണ് സംസാരിച്ചത് എന്നിപ്പോൾ കേൾക്കാൻ തുടങ്ങാണ്. അങ്ങനെ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ആ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതേ നമ്മുടെ വക്കീലായിട്ടുള്ള വേറെയാണ്. അവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അടുത്തൊരു ടെസ്റ്റ് വരുന്നത്. കുറെ വർഷങ്ങൾക്ക് മുന്നേ വേറെയുടെ അച്ഛൻ പെട്ടെന്നൊരു ദിവസമാണ് ഡ്രവനെ കൊണ്ടുവന്നിട്ട് ഇവനെ നിന്റെ സഹോദരനായിട്ട് വളർത്തണം എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മുമ്പേ കേട്ടിരുന്നല്ലോ. അന്ന് മുതൽ തന്നെ ഡ്രവന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ഫാദർ തന്നെയാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്തായാലും ആവശ്യമില്ല, കാരണം അത് കഥയ്ക്കും വലിയ ആവശ്യമുള്ള കാര്യമല്ല. ഇപ്പൊ ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം തൻ്റെ അച്ഛൻ നിങ്ങളുടെ ഒറ്റ സുഹൃത്താണെന്നുള്ള ബന്ധത്തിലെ നിങ്ങളുടെ സ്വന്തം മകനെ എൻ്റെ അനിയനായിട്ട് വളർത്താൻ വേണ്ടി ഇത്രയും കാലം അവൻ്റെ കാര്യങ്ങൾ വരെ നോക്കിയത് ഞാനാണ്. എന്നിട്ട് നിങ്ങളാണെങ്കിലോ സന്തോഷത്തിലെ ഈ ചർച്ചും ഇവിടെയുള്ള കാര്യങ്ങളും നടത്തി നല്ല സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾക്ക് നാണമില്ലേ എന്നെല്ലാം പറഞ്ഞ് ആ ഫാദറിനെ ഒരുപാട് ചോദ്യം ചെയ്യും. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ചുറ്റിനുള്ളവർക്ക് ഷോക്ക് ആവുന്നുണ്ട്. പക്ഷേ അവര് ഫാദറിനെ ഒന്നും പറയുന്നില്ല. അവരിപ്പോ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിൽ ദേഷ്യം വരുന്നത് നമ്മുടെ വക്കീലിന് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഫാദർ ആണെങ്കിലോ ചിരിച്ചുകൊണ്ട്, നീ തന്നെയാണ് എൻ്റെ മകനെന്നും പറഞ്ഞ് ഡ്രൈവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കൈ പിടിക്കുന്നു. എന്നിട്ടാണ് വേറെയോട് പറയുന്നത്, അതെ ഇവ എൻ്റെ മകൻ തന്നെയാണ് എന്നും പറഞ്ഞ് അവിടെ ഒരു കസര എടുത്തിട്ട് അതിനകത്തിരിക്കുന്നു. എന്നിട്ട് ഇവരോട് പറയും, ഈ സൺഡേയോടെ ഈസ്റ്റർ അവസാനിക്കും, അത് കഴിഞ്ഞ അടുത്ത തിങ്കളാഴ്ച ഞാൻ ഈ ചർച്ച് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച് നടത്താനായിട്ട് എനിക്ക് ഒരിക്കലും ഇനി കഴിയത്തില്ല. അതുകൊണ്ട് ഈ ചർച്ചിൽ റെഗുലറായിട്ട് വരുന്നത് നിങ്ങൾ മാത്രമാണ്.
നിങ്ങൾ ഇനി വരണ്ടെന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മീറ്റിംഗ് തന്നെ അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് ഞാനും എൻ്റെ മകനുമായിട്ട് ഇനി നല്ലൊരു സന്തോഷമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് ഫാദറിനെ സപ്പോർട്ട് ചെയ്തിട്ട്, ഏയ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞങ്ങൾക്കൊരു യോദ്ധാവിനെ വേണം മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടി. അത് നിങ്ങളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ശരി, ഇനി മുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മകനും കൂടി ചേർന്ന് ഞങ്ങളെ വഴി നടത്തിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വയലിനിസ്റ്റ് ഉണ്ടല്ലോ വിവിയൻ, അവള് പറയും, ഞാൻ എൻ്റെ സമ്പാദ്യത്തിന്റെ പകുതിയും എൻ്റെ കാല് ശരിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നു. അത് ദൈവം ശരിയാക്കി തരുമെന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഇതുവരെ അത് സംഭവിച്ചില്ല. അതെങ്കിലും ശരിയാക്കി തന്നിട്ട് പോയിക്കൂടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഈ ഫാദർ പറയുന്നത് എന്താണെന്നറിയോ? ഇല്ല, ഇനി ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ എന്താ മണ്ടനാണോ? അതുമല്ല, പോകുന്നതിന് മുന്നേ നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പുറം ലോകത്ത്, നിങ്ങളുടെ മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറം ലോകമായിട്ട് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നെല്ലാം ഇവർക്കെതിരായിട്ട് ആ ഒരു ഫാദർ സംസാരിക്കുന്നു. അപ്പോഴേക്കും ഇവർ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ ഇന്നലെ ജൂഡ് പറയാമെന്നത് ഈ കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ ഫാദർ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ്, ഒരിക്കലും അല്ല, അവനുമായിട്ട് നിങ്ങൾ സംസാരിച്ചത് എന്താണെന്ന് എനിക്കറിയാം, ഇനി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നല്ലേ ഇവരിങ്ങനെ പറയുന്ന സമയത്താണ് ജൂഡ് അവിടേക്ക് കയറി വരുന്നതും ഈ ഒരു ഫാദർ ജൂഡിനെ കണ്ട് ദേഷ്യപ്പെട്ട് അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹീറോയും ജൂഡും മനസ്സിലാക്കിയതിനു ശേഷം ഇവർ ഡോർ തുറക്കുമ്പോഴത്തേക്കും വെളിയിൽ വേറെ ആരെയും കാണുന്നില്ല, ആ ഒരു വക്കീല് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ജൂഡ് നേരെ ഡ്രവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് ചോദിക്കും, ഓക്കെ ഡ്രവൻ, എന്തുകൊണ്ടാണ് ഫാദർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്തുകൊണ്ടാണ് ഈ ഒരു ചർച്ച വിട്ട് പോകാനായിട്ട് തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഡ്രവൻ പറയും, സത്യത്തിൽ എൻ്റെ അച്ഛൻ ഈ മീറ്റിംഗ് നടക്കുന്നതിന് മുന്നേ തന്നെ എന്നെ വിളിച്ച് സത്യം പറഞ്ഞിരുന്നു അയാളുടെ മകനാണ് ഞാനെന്ന്. അപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ, അതെന്തായാലും സന്തോഷമുള്ള കാര്യം തന്നെയാണ്, ഇനി നമുക്ക് ആ ഒരു രീതിയിൽ ജീവിക്കാമെന്ന് പറയുമ്പോൾ ഫാദർ എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എൻ്റെ ഫാദറിന്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നെന്നും അതിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം ഫാദർ കണ്ടുപിടിച്ചെന്നും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ആ ഒരു പണം വെച്ചിട്ട് എൻ്റെ രാഷ്ട്രീയവും ഇതെല്ലാം വെച്ച് അതിലൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അതുകൂടി സമ്മതിച്ചാണ് എന്നോടൊപ്പം വരാമെന്ന് തീരുമാനിച്ച് ഈ ഒരു ചർച്ചും ക്ലോസ് ചെയ്യാന്ന് ഫാദർ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഫാദർ എല്ലാവരെയും വിളിച്ച ആ ഒരു മീറ്റിംഗിൽ ഈ കാര്യം പറഞ്ഞതെന്നും ഡ്രവൻ ഇപ്പോൾ പറയുന്നതും. ഇത്രയും കാര്യം കേട്ട് നമ്മുടെ വക്കീല് പറയും, അങ്ങനെ ഒരു പണം എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല, പിന്നെ എങ്ങനെ ഇവരിങ്ങനെ തീരുമാനം എടുക്കുമെന്നെല്ലാം ചോദിക്കുമ്പോൾ ഡ്രവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട്, ദേ, എൻ്റെ അച്ഛന് ഈ പണം എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം അറിയാം, അതൊരു കോഡ് വാക്കായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാദറിനെ ആ കാലഘട്ടത്തിൽ പണം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരേ ഒരു സ്ഥലം ഒരു ബാങ്കാണ്. ഒരുപക്ഷെ ആ ഒരു ബാങ്കിനകത്തെ ലോക്കർ റൂമിന്റെ പാസ്വേഡ് ആയിരിക്കാം ഈ കോഡ് വാക്കായിട്ട് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഞാനിത് ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് ഒരിക്കലും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വക്കീല് പറയും, ഇവൻ പറയുന്നത് പോലെ ഇവന്റെ അച്ഛൻ്റെ കയ്യിലും അതേപോലെ തന്നെ അച്ഛൻ്റെ കയ്യിലും ഒരു പണവും ഉണ്ടാവത്തില്ല. കാരണം തലമുറകളായിട്ട് അവരുടെ അക്കൗണ്ട് എല്ലാം മാനേജ് ചെയ്യുന്നത് ഞാനും എൻ്റെ അച്ഛനും കൂടിയാണ്. അതുകൊണ്ട് നിന്നെ വെച്ച് നിന്റെ അച്ഛൻ എന്തോ ഒരു കാര്യം കളിക്കാനായിട്ട് ശ്രമിച്ചു, അത് നിനക്ക് ഒരിക്കലും ആ പണം കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് വക്കീല് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഡ്രൈവർ ഇവരോട് പറയും, ശരി, നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ആ ഒരു അക്കൗണ്ട് നമ്പരോ അതിന്റെ പാസ്വേഡോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്നെ അറിയിക്കണം, അതേപോലെ തന്നെ എൻ്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഡ്രൈവർ അവിടെ നിന്ന് പോകുന്നതും ഇവർ രണ്ടുപേരും ആ ഒരു കോഡ് വാക്ക് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു റൂമിനകത്തുള്ള ഡോക്യുമെന്റ്സ്, പല കാര്യങ്ങള്, അവർക്ക് സംശയം തോന്നുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് തകർത്ത് നോക്കുന്നുണ്ട്. ജീസസിന്റെ ചെറിയൊരു ശില്പം അവിടെ ഇരിപ്പുണ്ട്, അതും വരെ എടുത്ത് തകർത്ത് നോക്കുന്നുണ്ട്. ഇങ്ങനെ പലയിടത്തും നോക്കിയിട്ടും ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ജൂഡ് കബോർഡിലുള്ളൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഇപ്പൊ ആ പേപ്പർ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഫാദറിനെ അടക്കം ചെയ്ത ആ ഒരു കല്ലറയുണ്ടല്ലോ, അത് തുറക്കുന്നതേ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവർക്ക് ആ ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കല്ലറ അവർ വന്ന് തുറക്കത്തുള്ളൂ. പക്ഷേ ഈ ഫാദർ മരിക്കുന്നതിന് മുന്നേ, അത് 3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അവർക്ക് ആ ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? ഫാദർ മരിക്കുന്നതിന് മുന്നേ ഈ കല്ലറ തുറക്കാനായിട്ടുള്ള റിക്വസ്റ്റ് അവർക്ക് എങ്ങനെ പോവും? അങ്ങനെ അതെങ്ങനെ സാധ്യമാവുമെന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും അത് ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ഓക്കെ, ഇപ്പോൾ ഈ കേസ് സോൾവ് ആകാൻ പോവാണ്. ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ആരാണ് വിളിച്ച് ഈ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തത്, അതാരാണെന്ന് മാത്രം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുമെന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ജൂഡ് ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ലൂയിസ് എന്ന് പറഞ്ഞ ലേഡിയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജൂഡ് ഇതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, നിങ്ങൾ അന്ന് വിളിച്ച് ഈ റിക്വസ്റ്റ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ, അവരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലില്ല, അത് ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഉടനെ തന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവർ ജൂഡിനോട് പറയുമ്പോഴത്തേക്കും ജൂഡ് പറയും, ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോകണം, നിങ്ങൾ പിന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ജൂഡിൻ്റെ ഫോൺ കട്ട് ചെയ്യാൻ സമ്മതിക്കാതെ അവനോട് എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്യണമെന്നും പറഞ്ഞ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജൂഡിനോട് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവൾ ചെയ്ത കാര്യങ്ങളും അവളുടെ തെറ്റുകളും എല്ലാം പറഞ്ഞിട്ട് അതിനുള്ള പാപപരിഹാരം അല്ലെങ്കിൽ ആ ഒരു പാപമോചനം ഉണ്ടല്ലോ അത് കൊടുക്കണം എന്ന് പറയുന്നതും
ഇത്രയും നാള് നമ്മുടെ ജൂഡ് ഈ കൊലയാളി ആരാണ്, അല്ലെങ്കിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുക, ഈ കാര്യങ്ങൾക്ക് പുറകെയായിരുന്നു പോയിരുന്നത്. പക്ഷെ ഇപ്പോൾ അവൾ ആ കാര്യം പറയുന്നതും തന്റെ യഥാർത്ഥ ജോലി എന്താണ്, താനൊരു ഫാദറാണ് എന്നുള്ള കാര്യം ഇപ്പോഴാണ് അവന് വീണ്ടും ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് 1 മണിക്കൂറോളം ആ ഒരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നു. ഓക്കെ, അവൻ എന്തായാലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ജൂഡിനോട് ചോദിക്കും, ശരി ജൂഡ്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജൂഡ് വിട്ടെന്ന് പറയും, ഇനി നമ്മളൊന്നും ചെയ്യണ്ട, കാരണം ഇത്രയും കാലം ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് മാർത്ത അകത്തേക്ക് വന്നിട്ട്, ജൂഡ്, നല്ല മഴയും കാറ്റും വരാൻ പോകുന്നു, നിങ്ങൾ ചർച്ച് പോയി അടക്കി, ബാക്കി റൂമുകളെല്ലാം ഞാൻ അടയ്ക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ജൂഡ് ഇപ്പോൾ എഴുന്നേറ്റ് ചർച്ചിലേക്ക് നടന്നു പോവാണ്. ഹീറോ ഇപ്പോൾ ജൂഡിന്റെ പുറകെ വന്നിട്ട് ജൂഡിനെ വിളിച്ച്, ഹേ ജൂഡ്, എന്താ നീ പാതി വഴിയിൽ വിട്ടിട്ട് പോകുന്നേ? പണം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ കൊലയാളിയെ നമുക്ക് കണ്ടുപിടിക്കണം. ജൂഡ് പറയും, ഇല്ല, ഇത്രയും നാൾ ഞാൻ തെറ്റായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്നത് ഈ പണം കണ്ടുപിടിക്കാനോ ആ പണത്തിന് ആശിച്ചോ അല്ലെങ്കിൽ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാനോ അല്ല. ഞാനൊരു ഫാദറാണ്. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഈ കേസ് തീർത്താൽ മതി എന്നും പറഞ്ഞ് ജൂഡ് അവിടെ നിന്ന് നടന്നങ്ങ് പോവും. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ട് നടന്നു പോകുമ്പോഴത്തേക്കും അപ്പോഴും ഹീറോ പുറകെ വന്ന് പറയുന്നുണ്ട്, ഏയ്, ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഫാദറിനെ കൊന്നതെങ്കിൽ അതെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ദേ, നമ്മളിപ്പോൾ അടുത്തെത്താറായി, ഇനി നീ വിട്ടു പോരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ജൂഡ് പറയും, ഓക്കെ, ഇനിയിപ്പോൾ കൊലയാളി ഞാനാണെന്ന് വിചാരിച്ച് എന്നെ വന്ന് അറസ്റ്റ് ചെയ്യട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതും വെളിയിൽ നമ്മുടെ പോലീസുകാരി വരുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ജൂഡിനോട് പറയും, ശരി ജൂഡ്, നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ, ചർച്ചിന്റെ കഥക് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞ് ജൂഡിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം ആ പോലീസുകാരി അകത്തേക്ക് വരുന്നതും ഹീറോ ചോദിക്കും, ഓക്കെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൊലയാളി ആരാണെന്ന് ഞങ്ങൾ ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം കൊലപാതക സംബന്ധമായിട്ടുള്ള ഈ ഒരു ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വാങ്ങിയത് ജൂഡാണ്. അവന്റെ മുറിയിൽ നിന്നാണ് ഈ ബുക്കുകളെല്ലാം കണ്ടുപിടിച്ചത്. കൂടാതെ ഫാദർ ആദ്യം താഴെ വീഴുമ്പോഴത്തേക്കും അടുത്തേക്ക് പോയതും ജൂഡ് തന്നെയാണ്. അതുമല്ല, അകത്തേക്ക് പോയിട്ട് 9 സെക്കൻഡിന് ശേഷമാണ് ഈ ഡോക്ടർ അവിടേക്ക് വന്ന് ഇവരെ രണ്ടുപേരെ കണ്ടത്. ഒരുപക്ഷെ ആ ഗ്യാപ്പിലായിരിക്കണം ജൂഡ് തന്റെ കയ്യിലുള്ള ആ ഒരു കത്തി ഉപയോഗിച്ച് ഫാദറിനെ കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് ജൂഡിനെ ഞങ്ങൾ സംശയിക്കുന്നുണ്ട്, അവനിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ ഹീറോ ആദ്യം സമ്മതിക്കത്തില്ല, അവരെ തടയാൻ ശ്രമിക്കും. അപ്പോൾ പോലീസുകാർ ചോദിക്കും, ശരി ജൂഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജൂഡ് ഇപ്പോൾ ആ ഒരു കാടിനുള്ളിലൂടെ അവന്റെ റൂമിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ ഈ കാടിനുള്ളിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും നല്ല മഴയും പെയ്യുന്നുണ്ട്. മഴയത്തോടെ കുറേ ദൂരം നടന്നു ചെല്ലുമ്പോഴത്തേക്കും ആ തോട്ടക്കാരനായിട്ടുള്ള സാംസൺ ഉണ്ടല്ലോ, അവന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തുന്നു. നോക്കുമ്പോഴത്തേക്കാണ് സാംസൺ റെയിൻകോട്ടെല്ലാം ഇട്ടിട്ട് വീടിന് വെളിയിൽ അങ്ങോട്ട് ഇങ്ങോട്ടെല്ലാം നടക്കുന്ന സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ അത് വെളിയിൽ നിന്നല്ല, അടുത്തുള്ള ആ ഒരു കല്ലറയുണ്ടല്ലോ അതിനകത്ത് നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ സാംസൺ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു കല്ലറയുടെ മുന്നിലേക്ക് നിൽക്കുന്നു. ജൂഡാണെങ്കിലോ ഇതെല്ലാം കണ്ട് കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നതും ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യം സംഭവിക്കുന്നുണ്ട്. ആ കല്ലറയുടെ കതക് അതാരോ ഉള്ളിൽ നിന്ന് തള്ളി തുറക്കുന്നു. അത് താഴേക്ക് വീണ് തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നും ഒരാൾ ഇറങ്ങി വരുന്നു. ആഹാ, അത് വേറെ ആരുമല്ല, മരിച്ചുപോയെന്ന് പറഞ്ഞ ആ ഒരു ഫാദർ. ഇത് കണ്ട ജൂഡിനെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നതും ഈ ഫാദർ പതിയെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സാംസണും അവിടെ തന്നെ നിൽക്കാണ്. ഇത് കണ്ട ജൂഡ് പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നതും ആ ഫാദർ എന്താ ചെയ്യുന്ന വെച്ചാൽ സാംസൺ ഉണ്ടല്ലോ അവന്റെ കഴുത്തിന് പിടിച്ച് അടുത്തുള്ള ആ ഒരു ചെടികൾക്കുള്ളിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. നമ്മുടെ ജൂഡാണെങ്കിലോ ഓടി വന്ന് ഇവരുടെ അടുത്തേക്ക് വരുന്നതും പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചവിട്ടി തെന്നി താഴെ വീഴും. എന്നിട്ട് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ആ ചെടികൾക്കുള്ളിലേക്ക് ഓടിക്കയറുന്നതും ആരോ ഒരാൾ കൈകൊണ്ട് ജൂഡിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി കൊണ്ട് ജൂഡ് നേരെ താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് ജൂഡിന് മനസ്സിലാവുന്നത് പോലുമില്ല. ആ ഫാദർ മുന്നിൽ നിൽക്കുന്നതായിട്ടും സാംസൺ ഇപ്പുറത്ത് നിൽക്കുന്നതായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ. കുറച്ചു കഴിഞ്ഞ് ജൂഡ് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് തന്റെ മുന്നിൽ മരിച്ചു കിടക്കുന്ന സാംസണെയാണ് കാണുന്നത്. സാംസന്റെ നെഞ്ചില് അവന്റെ കയ്യിലുള്ള എന്തോ ഒരു വാളെടുത്ത് കുത്തി ഇറക്കിയേക്കാണ്. കുറെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനും എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഇവിടേക്ക് ഓടി വരുന്നു. എന്നിട്ട് ആ ഒരു ചെടികൾക്കകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജൂഡ് അതിന് മുന്നേ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇപ്പോൾ മരിച്ചു കിടക്കുന്ന സാംസന്റെ അടുത്തേക്ക് വന്ന് ഇവർ പരിശോധിക്കുമ്പോൾ പോലീസുകാരിയും പുറകെ തന്നെ വരുന്നുണ്ട്. എന്നിട്ട് ജൂഡ് എവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ മറുപടിയൊന്നും പറയത്തില്ല. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ആ കല്ലറയുടെ മുന്നിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു വാതിൽ തകർന്നു നിൽക്കുന്നതാണ് ഇവർ കാണുന്നത്. അതേപോലെ തന്നെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഫാദറിനെ അടക്കം ചെയ്തിരുന്ന ആ ഒരു പെട്ടിയുണ്ടല്ലോ അത് തകർന്നു കിടക്കുന്നു. അതിനുള്ളിൽ ഫാദറിന്റെ ശരീരവും കാണാനില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഇവർ ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം വരെ ചെയ്തതാണ്. എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹീറോ അകത്തേക്ക് വന്നിട്ട് ഈ ഫാദറിനെ അവിടെ തന്നെയാണല്ലോ അടക്കം ചെയ്തിട്ടുള്ളത്. ആ പെട്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്കും അയാളുടെ ശരീരം അഴുകി ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടി അടച്ചു വയ്ക്കും. പെട്ടെന്നാണ് വെളിയിൽ ആരോ പ്രാർത്ഥിക്കുന്നൊരു ശബ്ദം. വെളിയിലേക്ക് നോക്കുമ്പോൾ അത് മാർത്തയാണ്. ദൈവമേ, നീ ഞാൻ പറഞ്ഞത് കേട്ടു. എന്റെ ഫാദർ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം നിന്റെ ശക്തിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്.
അപ്പോഴേക്കും പോലീസുകാർ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് ബാക്കിയുള്ള പോലീസുകാരോട് പറയും, ഓക്കെ, എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥലം ക്ലോസ് ചെയ്യും, ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്, തോട്ടക്കാരനുള്ള സാംസൺ മരിച്ചു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന മാർത്ത പെട്ടെന്ന് ഷോക്കായിട്ട് അവൻ മരിച്ചു എന്നും പറഞ്ഞ് ഓടി ആ ഒരു ചെടികൾക്കടയിലേക്ക് കയറി സാംസന്റെ ശരീരം കെട്ടിപ്പിടിച്ചിരുന്ന് അവർ നല്ലതുപോലെ കരയാൻ തുടങ്ങാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവര് രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തോട്ടക്കാരൻ മരിച്ചത് മാർത്തയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അവൾ നല്ലതുപോലെ കരയുന്നുണ്ട്. അകത്തേക്ക് വന്ന് നമ്മുടെ പോലീസുകാരിയും ഹീറോയും അവരെ പിടിച്ച് മാറ്റുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തത് ജൂഡാണ്, എനിക്കറിയാമെന്നെല്ലാം പറയുമ്പോൾ ഇവിടെ നമ്മുടെ ജൂഡിനെ കാണിക്കുമ്പോഴത്തേക്കും ജൂഡ് ആ കാടിനുള്ളിലൂടെ ഇങ്ങോട്ടേക്ക് ഓടി പോകുന്നു. അങ്ങനെ ഓടി ഓടി ഒരു മരത്തിനടുത്തേക്ക് ഒന്നിങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോഴത്തേക്കും ലൂസിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ലേഡി ഉണ്ടല്ലോ, അവരിപ്പോൾ ജൂഡിനെ വിളിക്കുകയാണ്. എന്നിട്ടാണ് അവർ കാര്യം പറയുന്നത്, ഇതുപോലെ ഇവർ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു ഈ ഫാദറിന്റെ കല്ലറ തുറക്കാനുള്ള ആ ഒരു റിക്വസ്റ്റ് അയച്ചത് അത് ഒരു ദിവസം മുന്നേ അയച്ചത് ആരാണെന്ന്. ആ കാര്യം അത് ആരാണെന്ന് ഇപ്പോൾ പറഞ്ഞു തരാണ്. അത് കേൾക്കുമ്പോഴത്തേക്കാണ് അടുത്ത ടെസ്റ്റ് ആ റിക്വസ്റ്റ് കൊടുത്തത് വേറെ ആരുമല്ല, മരിച്ചുപോയ ഈ ഫാദർ ആണെന്ന്. ഇപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജൂഡാകെ വട്ടായി പോയി. കാരണം അതെങ്ങനെ സംഭവിക്കും? ഒരാൾ നാളെ മരിക്കാൻ പോകുന്നു, അത് നേരത്തെ അറിഞ്ഞിട്ട് ഇന്ന് തന്നെ ആ ഒരു കല്ലറ തുറക്കാനുള്ള റിക്വസ്റ്റ് ഇവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ജൂഡിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ജൂഡ് ഇവിടെ വട്ടായിട്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഫാദർ ജീവനോടെ തിരിച്ചു വന്ന കാര്യം ആ എഴുത്തുകാരനെ വിളിച്ചു പറയുന്നു. അവനാണെങ്കിലോ വിവിയൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ വിളിച്ചു പറയുന്നു. അവൾ നേരെ ആ ഒരു വക്കീലിനെ വിളിച്ചു പറയും. അതേ സ്ഥലത്ത് തന്നെ ഡ്രവനും ഉണ്ട്. അവൻ ഈ കാര്യം അറിയുന്നതും ഓക്കെ, ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുത്തേ മതിയാവുമെന്നും പറഞ്ഞ് അതൊരു മിറാക്കിളാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് പോകുന്നു. പക്ഷേ വക്കീൽ ഒരിക്കലും അവിടെ നിന്ന് പോകത്തില്ല. ഇപ്പോൾ വക്കീൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഡ്രാമ ഈ ഒരു ഫാദർ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഡ്രവൻ ഉണ്ടല്ലോ, ആ ഒരു ഡ്രവൻ ഇപ്പോൾ ഡോക്ടർ നാറ്റിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ നാറ്റ് ഒരിക്കലും ഫോൺ എടുക്കുന്നില്ല. അതേസമയം നാറ്റിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ നാറ്റ് നേരെ ഡോറിൽ ആരോ തട്ടുന്നത് കണ്ടിട്ട് ഡോർ വന്ന് തുറക്കുന്നത് ആരെയും ഒരാൾ അവൻ കണ്ടിട്ട് എല്ലാം നല്ലതുപോലെ തന്നെ നടക്കുന്നുണ്ട്, ദൈവം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ആ ഒരു പോലീസുകാരനെ കാണിക്കുമ്പോൾ ഇവരിപ്പോൾ സ്റ്റേഷനിൽ നിന്നിട്ട് മരിച്ചുപോയ സാംസൺ ഉണ്ടല്ലോ, അവന്റെ വീട്ടിലൊരു മോഷൻ ക്യാമറ ഉണ്ടായിരുന്നു. അതിൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡായിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ക്യാമറ എടുത്ത് അവർ പരിശോധിക്കുകയാണ്. നടന്നത് എന്താണെന്ന് നോക്കുമ്പോൾ അവിടേക്ക് മറ്റൊരു പോലീസുകാരൻ വന്ന് ഇതുപോലെ സാംസന്റെ നെഞ്ചത്ത് തറച്ചിരുന്ന ആ ഒരു കത്തിയുണ്ടല്ലോ, അതിൽ പതിഞ്ഞിട്ടുള്ള ആ ഒരു കൈരേഖ ഫാദർ ജൂഡിന്റെ കൈരേഖയാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നതും നമ്മുടെ പോലീസുകാർ ഇപ്പോൾ ഹീറോയെ നോക്കിയിട്ട് അവനെ രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്, കാരണം അവൻ തന്നെയാണ് കൊലയാളി. ആ ഫാദറിനോടൊപ്പം ചേർന്ന് ജൂഡും എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ പറയും, ഓക്കെ അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ഈ സ്റ്റേഷനകത്തേക്ക് നമ്മുടെ ജൂഡ് കയറി വരുന്നു, അതും എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടി. അപ്പോൾ ഇത് കണ്ട ഹീറോ പെട്ടെന്ന് ജൂഡിനെ മറ്റു പോലീസുകാർ കാണാതെ പെട്ടെന്ന് തന്നെ വിളിച്ച് തന്റെ കാറിലേക്ക് കയറ്റും. ഏയ് നീ ഇപ്പൊ തന്നെ എല്ലാം നശിപ്പിക്കാൻ പോകണം, കാറിനകത്ത് തന്നെ ഇരിക്കുന്നു പറഞ്ഞ് ജൂഡിന്റെ അകത്തേക്ക് ഇരുത്തുമ്പോൾ ജൂഡ് പറയും, ഇല്ല എന്ത് തന്നെയായാലും എനിക്ക് നടന്ന സത്യങ്ങളെല്ലാം പറയണം, ഞാൻ അവിടെ കണ്ടത് എന്താണെന്ന് എനിക്ക് പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ഹീറോ പറയും, ഹേയ് നീ അടങ്ങിയിരിക്കും, ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട്, കാരണം എനിക്ക് ആ ഒരു ഡോക്ടർ നാറ്റിനാണ് സംശയമുള്ളത് എന്ന് പറയുമ്പോൾ ജൂഡ് ചോദിക്കുക അതെന്തുകൊണ്ടാ? കാരണം ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ആ കല്ലറയ്ക്ക് മുന്നിൽ ബാക്കി എല്ലാവരും വന്നു, ഡോക്ടർ നാറ്റ് ഒഴിച്ച്. അവനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ഇപ്പൊ ഇവര് രണ്ടുപേരും ഡോക്ടർ നാറ്റിന്റെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ രണ്ടുപേരും വീടിന് മുന്നിലേക്ക് ചെന്നിട്ട് ആ ഒരു ഡോർ തുറക്കുമ്പോഴത്തേക്കും ഡോർ തുറന്നു വരുന്നുണ്ട്. അതുമല്ല വീടിനകത്തുള്ള പല കാര്യങ്ങളും നാശമായിട്ട് കിടക്കുകയാണ്. ഇതിനകത്ത് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവാതെ ഒരു ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ വീട്ടില് ഒരു ബേസ്മെന്റ് ഉണ്ട്, അതിന്റെ ഡോർ തുറന്നു കിടക്കുന്നു. അങ്ങനെ രണ്ടുപേരും ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങും. അതിനകത്തേക്ക് നടന്നിറങ്ങുമ്പോഴാണ് നല്ല സ്മെല്ലുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. കുറെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ വലിയൊരു ബാത്ത് ടബ് ഉണ്ട്. അതിന് വെളിയിലായിട്ട് ആരും ഒരാൾ മറിഞ്ഞു കിടക്കുന്നത് പോലെ, അതിനുള്ളിലാണെങ്കിലോ എന്തോ ഒരു കെമിക്കൽ ഉള്ളതുപോലെ, കാരണം അതിന്റെ പുകയെല്ലാം മുകളിലേക്ക് വരുന്നുണ്ട്. ഇവരടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, അതിന് മുകളിൽ മറിഞ്ഞു കിടക്കുന്നത് ആ ഒരു ഫാദറാണ്. അതുമല്ല അയാളുടെ രണ്ട് കൈകളും കെമിക്കലിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുമല്ല നമ്മുടെ ഹീറോ വന്നിട്ട് ആ ഫാദറിന്റെ ശരീരം തൊട്ട് നോക്കുമ്പോഴത്തേക്കും അയാൾ മരിച്ചുപോയിട്ട് 2-3 ദിവസം ആയതുപോലെ തന്നെയാണ് ആ ഒരു ബോഡി കിടക്കുന്നത്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ബാത്ത് ടബിലെ കെമിക്കൽ ഉണ്ടല്ലോ അതിപ്പോൾ റിലീസ് ചെയ്ത് വിടും. അപ്പൊ ആ ഒരു കെമിക്കലെല്ലാം പതിയെ പതിയെ കുറഞ്ഞു വരുന്നതും ഈ ബാത്ത് ടബിനുള്ളില് ഈ ഫാദർ കഴുത്ത് ഞെരിച്ചതുപോലെ തന്നെ ഒരു ശരീരം, അതും അസ്ഥിയായിട്ട് മാത്രം ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ ഇവർ ശ്രദ്ധിച്ച് ആ ഒരു അസ്ഥിയുടെ കയ്യിലേക്ക് നോക്കുമ്പോഴാണ് ഒരു മോതിരമുണ്ട്. അത് വേറെ ആരുടേതല്ല, ഡോക്ടർ നാറ്റിന്റെ മോതിരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാത്ത് ടബിൽ മരിച്ചു കിടക്കുന്നത് ഇവർ അന്വേഷിച്ചു വന്ന ഡോക്ടർ നാറ്റ്. ഇതെന്തൊക്കെയാണ് ഈ കഥയിൽ സംഭവിക്കുന്നതെന്ന് കാണുന്ന നമുക്കും ഇവർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് കഥ പോകുന്നത്. അങ്ങനെ ഇതെന്താണെന്ന് അറിയാൻ വഴിയാതെ ഹീറോ ആ റൂം മുഴുവനായിട്ട് നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന് 2 വശത്തായിട്ട് രണ്ടുപേരും ഇരുന്ന് കോഫിയെല്ലാം കുടിച്ച് സംസാരിച്ചതുപോലെ കാണുന്നുണ്ട്. അതുമല്ല അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ എന്തോ ഒരു മരുന്നിന്റെ കുപ്പി കിടക്കുന്നതായിട്ടും ഹീറോ കണ്ടുപിടിക്കും.
എന്നിട്ട് ഉടനെ തന്നെ അവർ പോലീസുകാരനെ വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയും, ഇവിടേക്ക് വരാൻ പറയും. ഇത് കാരണം നമ്മുടെ ജൂഡാണെങ്കിലോ പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഹീറോ പുറകെ വന്ന് ജൂഡിനെ തടയുന്നുണ്ട്. ഹേ ജൂഡ്, നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, ഇതെല്ലാം കണ്ടുപിടിച്ചേ മതിയാവൂ, ഇതിനൊരു അവസാനം വേണം. എല്ലാവരും ചർച്ചിലല്ലേ ഉണ്ടാവുന്നത്, അവിടെ പോയി ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ജൂഡ് നേരെ ആ ചർച്ചിലേക്ക് നടക്കും. അങ്ങനെ ജൂഡ് നടന്ന് ആ ഒരു ചർച്ചിനകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും ആ ഒരു ചർച്ചിനകത്ത് തന്നെയുണ്ട്. അങ്ങനെ ജൂഡ് അകത്തേക്ക് വന്നിട്ട് അവിടെ മുട്ടുകുത്തിയിരിക്കുന്നതും ഇപ്പൊ ആ ഒരു പോലീസുകാരി അകത്തേക്ക് കയറി വന്ന്, ജൂഡ്, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്, ഫാദറിനെയും അതേപോലെ തന്നെ സാംസണിനെ കൊന്നതിനെ. അപ്പോൾ ജൂഡ് എഴുന്നേറ്റ്, ശരി, അത് നിങ്ങൾ ചെയ്തോന്ന് പറയുമ്പോൾ ഹീറോ അകത്തേക്ക് വന്നിട്ട് ഇവരോട് പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് കേൾക്കുന്നില്ല. അങ്ങനെ ഹീറോ അവസാനം ആ ഫാദറിൽ നിന്ന് സംസാരിക്കലോ അതിന് മുകളിലേക്ക് കയറിയിട്ട് നല്ല ഒച്ചത്തില് എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കാൻ കഴിയും എന്നിങ്ങനെ പറയുന്നതും ഇവരെല്ലാവരും ആ ബെഞ്ചിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഹീറോ പറയുന്നത് കേട്ടുകൊണ്ട്. അങ്ങനെ എല്ലാവരും അടങ്ങിയിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ഓക്കെ, ഇനിയെങ്കിലും നമ്മളെല്ലാം മനസ്സിലാക്കിയാൽ മതിയാവൂ. തുടക്കം മുതൽ തന്നെ ഇത് കുഴപ്പിക്കുന്ന രീതിയിലാണ് പോയത്. അതിന് കാരണം ദേ ഈ ജൂഡാണ്. ആ ഫാദർ എപ്പോഴും മദ്യപിക്കുമായിരുന്നു, അതും ആ റൂമിനകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള ആ ഒരു സ്വിച്ച് ബോക്സിൽ നിന്നും. പക്ഷെ ആ കാര്യം മറയ്ക്കാൻ വേണ്ടി ആ ഒരു കുപ്പിയെടുത്ത് മാറ്റിയതാണ് ഇതിനെല്ലാം പ്രശ്നമായത്. സത്യത്തിൽ ഫാദർ കുടിച്ച ആ ഒരു മദ്യത്തിൽ എന്തോ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചതിന് ശേഷമാണ് ഫാദർ ബോധമില്ലാതെ താഴേക്ക് വീണത്. അങ്ങനെ ഫാദർ വീണതിന് ശേഷമാണ് നമ്മുടെ ജൂഡ് അകത്തേക്ക് പോയതും. ജൂഡ് അകത്തേക്ക് പോകുമ്പോൾ തന്നെ ഫാദറിന്റെ മുതുകിലെ കത്തി കുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ചെന്നായുടെ തല ഫാദറിന്റെ മുതുകിലുണ്ടായിരുന്നു. അതും ആ ഒരു ബാറിൽ നിന്ന് എടുത്തത്. ഇത് തന്നെയാണ് ആ ഒരു ബാർ അറ്റൻഡർ നമ്മളോട് പറഞ്ഞത്. അന്ന് അയാൾ തന്ന ആ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ അന്ന് നമ്മൾ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഈ ബാറും പരിശോധിച്ചിരുന്നല്ലോ. അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചത് ആ ഫോട്ടോയിൽ നമ്മുടെ ഡോക്ടർ ഇരിക്കുന്നതായിട്ടാണ്, അതേപോലെ തന്നെ ഡോക്ടറിന്റെ ബാഗും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, അവിടെ 2 ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഫോട്ടോയിൽ നോക്കുമ്പോൾ ആ 2 ലൈറ്റിന്റെ മുകളിലും ഈ ചെന്നായുടെ തലയുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ലൈവായിട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയും അതുപോലെ തന്നെ 2 തലയില്ലായിരുന്നു. കാരണം അന്ന് നമ്മുടെ ജൂഡ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത് ഒരേ ഒരു തല മാത്രമാണ്. പക്ഷെ 2 ലൈറ്റിലെയും തലകൾ എങ്ങനെ കാണാതെ പോയി? അങ്ങനെയാണെങ്കിൽ ആൾറെഡി അവിടെ നിന്ന് ആ ഒരു തല വേറെ ആരും എടുത്ത് അതിൽ ആ ഒരു ചുവന്ന പെയിന്റ് അടിച്ച് അത് ഈ ഒരു കത്തിയുടെ അറ്റത്ത് അവര് ഫിക്സ് ചെയ്യുകയും ചെയ്തു. അതുമല്ല ആ ഫാദർ അണിയുന്ന ആ ഒരു വലിയ കോട്ട് പോലത്തെ ഇതുണ്ടല്ലോ ഡ്രസ്സ്, അതിന്റെ പിറകിലും ഈ തല ഫിക്സ് ചെയ്തിരുന്നു. അതറിയാതെയാണ് ഫാദർ ഇവിടെ വന്ന് പ്രസംഗിച്ചതിന് ശേഷം ഈ റൂമിനകത്തേക്ക് വന്ന് മദ്യം കഴിച്ച് കറങ്ങി വീഴുന്നതും. നമ്മുടെ ജൂഡ് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഫാദറിന്റെ മുതുകില് ആ ചെന്നായുടെ തല കണ്ടത്. അതുമല്ല ഫാദർ വീഴുമ്പോൾ ജൂഡ് അടുത്തേക്ക് നടന്നു പോകുന്ന ആ സമയത്താണ് ആരോ റിമോട്ട് അമർത്തിയപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിലെ ഇവിടെ റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോയിൽ ഗ്ലിച്ച് സംഭവിച്ചത്. അതേപോലെ തന്നെ ഈ സ്വിച്ച് അമർത്തുമ്പോൾ ഫാദറിന്റെ മുതുകിൽ സെറ്റ് ചെയ്തിരുന്ന ആ ഒരു തലയിൽ നിന്നും ഫേക്ക് ആയിട്ടുള്ള രക്തം ഫാദറിന്റെ ശരീരം മുഴുവനായിട്ടും വീഴാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ജൂഡ് അവിടേക്ക് വന്ന് തൊട്ടു നോക്കി കണ്ടതും. അങ്ങനെ ആ ഒരു റിമോട്ട് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്ത ആരാണെന്നറിയോ? അത് വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടർ നാറ്റാണ്. അതുകൊണ്ടാണ് ജൂഡ് ആ ഒരു ചെന്നായുടെ തല എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഡോക്ടർ വന്നത് തടഞ്ഞിട്ട് ഹേയ് അതിലൊന്നും തുടരുതെന്നും പറഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നത്. അതുമല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് മാർത്ത കരയുന്നതും എല്ലാവരുടെ ശ്രദ്ധ മാർത്തയിലേക്ക് പോയി. ആ സമയം കൊണ്ട് ആ ഡ്രസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫേക്ക് ആയിട്ടുള്ള ചെന്നായുടെ തല എടുത്തിട്ട് നാറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചെന്നായുടെ തലയുള്ള കത്തിയെടുത്ത് ഫാദറിന്റെ മുതുകിലേക്ക് കൊത്തിയിറക്കുമായിരുന്നു. അതാണ് പിന്നീട് ഇവരെല്ലാവരുടെ ശ്രദ്ധ തിരിഞ്ഞ് വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ നാറ്റ് ആ ഒരു കത്തി ഉയർത്തി ഇവരെ കാണിച്ചു കൊടുത്തതും. അത് കഴിഞ്ഞിട്ട് നാറ്റ് വിചാരിച്ചത് എന്താണ്, ഈ ഫാദർ കുടിച്ച ആ ഒരു മദ്യമുണ്ടല്ലോ കുപ്പി, അതെങ്ങനെയെങ്കിലും മാറ്റണം. പക്ഷെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നതിന് മുന്നെയാണ് നമ്മുടെ ജൂഡ് വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടി കഥകിനിടയിലേക്ക് അത് ഒളിപ്പിച്ചു വെച്ചത്. അതുകൊണ്ട് ഡോക്ടറിന് ആ ഒരു കുപ്പി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ ആ ഒരു ബോഡി എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു കുപ്പി പോലീസ് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ ഒരു ഡോക്ടർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കി അന്ന് തന്നെ ഈ ഒരു കേസ് സോൾവ് ആക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ ജൂഡ് ആ ഒരു കുപ്പി ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും കറങ്ങിത്തിരിഞ്ഞ് കേസ് ഇവിടം വരെ എത്തിയത്. ഇവിടെയാണ് അടുത്തടുത്ത് ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡോക്ടർ എന്തിനാണ് കൊല ചെയ്തത്? ആ പണത്തിന് വേണ്ടിയിട്ടോ? ആ ഒരു പണം എവിടെയാണ്? ഇതിനെല്ലാം അവസാനം ഡോക്ടർ നാറ്റിനെ ആരാണ് കൊന്നത്? ഇങ്ങനെ പല ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, അതറിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വെറുതെ ഇന്ന് സംസാരിക്കുന്നത്? അതെനിക്കറിയത്തില്ല, കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങളെല്ലാവരും തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞിരിക്കുന്നതും ഇവരെല്ലാവരും കിളി പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇവർ ചോദിച്ചിട്ട് മനസ്സിലാവുന്നില്ല കേസ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ദേഷ്യം വന്ന് അവരെല്ലാവരും ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ നമ്മുടെ പോലീസുകാരിയും വെളിയിലേക്ക് വന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജൂഡ്, പോലീസുകാരി, ഹീറോ ഇവർ 3 പേരാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. പോലീസുകാരി വന്നിട്ട് ചോദിക്കും, എന്താ ഡിക്റ്റേറ്റീവ് നിങ്ങൾ ഇങ്ങനെ അവസാനം പറഞ്ഞു വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, കൊലയാളി ആരാണെന്ന് എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ, പക്ഷെ ഉറപ്പിക്കാൻ കഴിയത്തില്ല. അവരായിട്ട് വന്ന് കുറ്റബോധം കാരണം ഇത് തുറന്നു പറഞ്ഞാൽ മാത്രമേ ഈ ഒരു കേസ് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ.
ഇതാണ് എന്റെ മറുപടി എന്ന് പറയുമ്പോഴത്തേക്കും പോലീസുകാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ആർക്ക് കുറ്റബോധം വന്ന് ആരാണ് വന്ന് ഈ ഒരു സത്യങ്ങളെല്ലാം പറയാൻ പോകുന്നത് എന്ന് പറയുന്നതും പെട്ടെന്ന് ചർച്ചിന്റെ ഡോർ തുറന്നു ഒരാൾ അകത്തേക്ക് കയറി വരുന്നു. അത് വേറെ ആരുമല്ല, മാർത്ത. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ദേ കുറ്റബോധം തോന്നിയ ആളും അകത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് മാർത്ത ഇപ്പോൾ നമ്മുടെ ജൂഡിനടുത്തേക്ക് വന്നിട്ട്, ഫാദർ എനിക്ക് പാപമോചനം വേണം, എനിക്കൊന്ന് കുമ്പസരിക്കണം, ഞാൻ ചെയ്ത തെറ്റുകളിലെ ഏറ്റു പറയണം എന്ന് പറയുന്നതും നമ്മുടെ ജൂഡും മാർത്തയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട്, ഓക്കെ ജൂഡ് എന്താ സംഭവിച്ചത് എല്ലാം പറയാൻ പറയുമ്പോൾ മാർത്ത ഓരോ സത്യങ്ങളായിട്ട് പറയാൻ പോവാണ്. ഇതിനെല്ലാം തുടക്കം നിങ്ങളോട് ഞാൻ ഒരു കള്ളം പറഞ്ഞു. അതാണ് മരിച്ചുപോയ ഫാദറിന്റെ അച്ഛന്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഒരിക്കലും അത് റിയൽ ആയിട്ടുള്ള പണമല്ല, അതൊരു കല്ലാണ്, അതും ഒരു ഡയമണ്ട്. ഈ ഡയമണ്ടുള്ള കാര്യം എന്നോട് മാത്രമാണ് ആ ഒരു ഫാദർ പറഞ്ഞിരുന്നത്. ഈ ഡയമണ്ട് വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ആരുടെയും കയ്യിൽ ഇത് കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് എന്നിലൂടെ തന്നെ അവസാനിക്കണം എന്നും പറഞ്ഞ് ആ ഒരു ഫാദർ ഈ ഡയമണ്ട് എടുത്ത് അയാൾ വിഴുങ്ങും. ഈ ഡയമണ്ട് വിഴുങ്ങുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ശ്വാസം മുട്ടി അയാൾ മരണപ്പെടും. അങ്ങനെ മാർത്തയുടെ കൺമുന്നിൽ വെച്ച് ആ ഫാദർ മരിക്കുമായിരുന്നു. അപ്പോൾ ഡയമണ്ട് അയാളുടെ വയറിനുള്ളിൽ തന്നെ കിടപ്പുണ്ട്. ഈ രഹസ്യം മാർത്ത ആരോടും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഡയമണ്ടുള്ള ആ ശരീരം അതേപോലെ തന്നെ ഈ കല്ലറയ്ക്കുള്ളിൽ വെച്ച് അടക്കം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഡയമണ്ട് എവിടെയാണെന്നുള്ള കാര്യം മാർത്തയ്ക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അതുപോലെ ആ സമയത്താണ് പണം ബാങ്കിലില്ല എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയ അയാളുടെ ഭാര്യ ഈ ചർച്ചിലേക്ക് വന്നിട്ട് അന്ന് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ അവര് വന്നത് ഈ ചർച്ച് നശിപ്പിക്കാനല്ല, ഈ ഡയമണ്ട് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യങ്ങളെല്ലാം നശിപ്പിച്ച് അതെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കിയത്. അതുപോലെ ആ ഒരു രാത്രി തന്നെയാണ് മാർത്ത അകത്തേക്ക് വന്ന് ആ ലേഡിയുടെ ഒരു കാര്യം പറയുന്നത്. സമാധാനമായിട്ട് ഇരിക്കണമെന്നല്ല, പക്ഷെ അതേസമയം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതും അവരുടെ ചെവിയില്, സത്യത്തിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരിക്കലും പണമല്ല, അതൊരു ഡയമണ്ടാണ്. അത് എവിടെയുണ്ടെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ആ സ്ത്രീക്ക് ദേഷ്യം വന്നിട്ടാണ് മാർത്തയെ തള്ളിയിട്ട് അവരെ അടിക്കുന്നത്. അത് കഴിഞ്ഞ് അവര് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അവര് മരിച്ചത് അറ്റാക്ക് ഒന്നല്ല, അവരൊരു ഭ്രാന്തിയാണെന്ന് മനസ്സിലാക്കിയ ആ ഒരു ജനങ്ങൾ തന്നെയാണ് അവരെ അടിച്ചു കൊന്നത്. അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് ഞാനാണ് നിങ്ങളോട് കള്ളം പറഞ്ഞത്. അങ്ങനെ അതിനുശേഷം എന്റെ ജീവിതം വളരെ സമാധാനമായിരുന്നു. കാരണം ആ ഡയമണ്ട് എവിടെയാണെന്നുള്ള കാര്യം വേറെ ആർക്കും അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ 60 വർഷത്തോളം ഞാനത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ചു. അങ്ങനെ ഒരു ദിവസമാണ് നമ്മുടെ ജൂഡ് ഇവരോട് വന്നിട്ട് ചോദിക്കുമല്ലോ, നിങ്ങൾ എത്ര വർഷമായിട്ട് കുമ്പസരിച്ചു എന്ന്. ഇവരും പറയും കുറെ വർഷങ്ങളായിരുന്നു. അതുപോലെ ഇവരുടെ മനസ്സിൽ ആ ഒരു ഡയമണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഒരു ഭാരമായിട്ട് തന്നെ ഇവർ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. അത് ആരോട് ഇങ്ങനെ പറയണമായിരുന്നു. അതുകൊണ്ട് ഇവർ വിശ്വസിച്ച് അന്ന് നമ്മുടെ ജൂഡ് പറഞ്ഞതിന് ശേഷം ഇവർ പോയിട്ട് കുമ്പസരിക്കുന്നതോ ഈ ഫാദറിനോട് ഇയാളൊരു നല്ല വ്യക്തിയാണ്, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടാണ് ആ ഡയമണ്ട് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ സത്യങ്ങളും അയാളോട് പറഞ്ഞത്. പക്ഷെ അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. അതാണ് അയാൾ ആ ഒരു കുമ്പസാര കൂടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ മുഖമെല്ലാം മാറിയല്ലോ. അതിന് കാരണം ഇവർ ഈ സത്യം പറഞ്ഞതുകൊണ്ടാണ്. അതുമല്ല അയാൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാലേ, അടുത്ത ദിവസം തന്നെ ഞങ്ങളെല്ലാവരെയും കൂട്ടി ഈ ചർച്ചും പൂട്ടി ഇവിടെ നിന്ന് തന്റെ മകനുമായിട്ട് വേറൊരു ജീവിതം ജീവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു ഡയമണ്ട് മോഷ്ടിക്കാനാണ് ഇയാൾ പ്ലാൻ ചെയ്യുന്നതെന്ന്. ആ ഡയമണ്ട് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാദർ പ്ലാൻ ചെയ്യുന്നതെന്ന്. ആ ഡയമണ്ട് ആരുടെ കയ്യിൽ കിട്ടിയാലും അതൊരിക്കലും നല്ല രീതിയിൽ പോകത്തില്ല, അത് വലിയൊരു വിഷം പോലെയാണ്, അതൊരിക്കലും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടരുത് എന്ന് തീരുമാനിച്ച ഞാൻ ആ ഫാദറിനെ കൊല്ലാൻ അന്ന് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഈ ഒരു ഫാദർ മരിക്കുന്നതിന് ഒരു ദിവസം മുന്നേ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വിളിച്ച് ഈ കല്ലറ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് ചെയ്തതേ ഞാനാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു, എനിക്കൊരു സഹായിയെ വേണം. അതിനുവേണ്ടി ഞാൻ വിശ്വസിച്ചത് ഡോക്ടർ നാറ്റിനെയാണ്. നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടർ നാറ്റിനോട് പറയുമ്പോൾ ഡോക്ടർ നാറ്റ് വിചാരിച്ചു അത് ശരി തന്നെയാണ്, ഇയാളൊരു മോശപ്പെട്ട ഫാദറാണ്, ഇയാൾ കാരണം ഈ നാടിന് ഒരിക്കലും നല്ല കാര്യങ്ങൾ സംഭവിക്കത്തില്ല, അതുകൊണ്ട് ഇയാൾ മരിക്കുന്നത് നല്ലത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി എന്നോടൊപ്പം ഡോക്ടർ നാറ്റ് നിന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാദറിനെ കൊല്ലാൻ വേണ്ടി എന്നെ സഹായിച്ചു. ആദ്യം തന്നെ ഫാദർ കുടിക്കുന്ന ആ ഒരു മദ്യത്തില് ഒരു കൂടിയ വിഷം കലർത്താൻ പറഞ്ഞു, അത് ഞാൻ ചെയ്തു. അതേപോലെ ഫാദറിന് എപ്പോഴും ആ ഒരു വസ്ത്രം അണിഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വസ്ത്രത്തിന്റെ പിറകില് ചെന്നായുടെ തല വെച്ചത് ഞാൻ തന്നെയാണ്. അതൊരിക്കലും ഫാദർ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഫാദർ മരിച്ചു, അതെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഈ ഫാദറിന്റെ ശരീരം അടക്കം ചെയ്യുന്ന സമയത്ത് ആ ശവപ്പെട്ടിക്കുള്ളിലേക്ക് വെക്കുമല്ലോ, അപ്പോൾ ബാക്കി എല്ലാവരും കണ്ടിട്ട് അവസാനം മാർത്തയാണ് വന്ന് കാണുന്നത്. ആ സമയത്ത് ഇവരൊരു ടെസ്റ്റ് ചെയ്തു. എന്താന്ന് വെച്ചാല് ഫാദറിന്റെ ശരീരം ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് മാറ്റി അതിന് പകരം ഫാദറിന്റെ ഡ്രസ്സും ധരിച്ച് ശവപ്പെട്ടിക്കകത്ത് കയറി കിടന്നതേ മാർത്ത അത്രയും സ്നേഹിക്കുന്ന സാംസനാണ്. പക്ഷേ സാംസനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. തനിക്ക് വേണ്ടി ഈ ഒരു സഹായം ചെയ്യണമെന്ന് മാത്രമേ മാർത്ത പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ മാർത്തയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് സാംസൺ തയ്യാറാണ്. അതുകൊണ്ട് മാർത്ത പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ സാംസൺ കിടന്നു. അതുമല്ല അവസാനം വന്ന് നമ്മുടെ ഡോക്ടർ ആ ഒരു ശവപ്പെട്ടി അടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഡോക്ടറിനും അറിയാം അകത്ത് കിടക്കുന്നത് സാംസൺ ആണെന്ന്. അങ്ങനെ ഫാദറിന്റെ ശരീരത്തിന് പകരം സാംസന്റെ ശരീരമാണ് ഇവർ അതിനുള്ളിൽ അടക്കം ചെയ്തത്.
അങ്ങനെ നമ്മുടെ സാംസനെ ഈ ശവപ്പെട്ടിക്കുള്ളിലാക്കി ഈ കല്ലറയ്ക്കുള്ളിൽ വെക്കാൻ കാരണം, അങ്ങനെ സാംസൺ അകത്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ അവൻ ആ ഒരു പെട്ടി തുറന്നിട്ട് ആ ഫാദറിന്റെ അച്ഛന്റെ വയറിനുള്ളിൽ നിന്നും ആ ഡയമണ്ട് എടുക്കാൻ കഴിയത്തുള്ളൂ, അതേപോലെ തന്നെ പുറത്തിറങ്ങാൻ കഴിയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ആ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും ഈ സാംസനെ പോലെ അവിടെ വന്ന് നിന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടർ തന്നെയാണ്. എന്നിട്ട് വെളിയിൽ വന്ന് ഒരു സിഗ്നല് നമ്മുടെ സാംസന് കൊടുക്കുന്നതും ഇത് പെട്ടിക്കുള്ളിൽ നിന്ന് മനസ്സിലാക്കിയ സാംസൺ ആ ഒരു പെട്ടി പെട്ടെന്ന് തന്നെ ചവിട്ടി തുറക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവര് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടിയും തുറന്ന് ഈ കല്ലറയും തുറന്ന് സാംസൺ വെളിയിലേക്ക് വരും. എന്നിട്ട് നടന്ന് ഇവിടെയുള്ള ക്യാമറയിൽ ഇതെല്ലാം പതിയൊന്ന് ഇവർക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാദർ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം അവിടെ ഒരു ആക്ട് നടത്തുമായിരുന്നു. ഇതുപോലെ സാംസനെ ആ ഒരു ഫാദർ കൊല്ലാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ. പക്ഷെ അകത്തേക്ക് വന്നത് ആരാണ്? നമ്മുടെ സാംസണും ആ ഒരു ഡോക്ടറുമായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് ഇതെല്ലാം കണ്ട ജൂഡുണ്ടല്ലോ അവിടെ നിന്ന് ഓടി വന്ന് താഴേക്ക് തെന്നി വീണ് പിന്നീട് ഇതിനകത്തേക്ക് ഓടി കയറുന്നതും ജൂഡിന്റെ മുഖത്തിടിച്ച് അവന്റെ ബോധം കെടുത്തുന്നത് സാംസൺ ആയിരുന്നു. അങ്ങനെ ജൂഡ് ബോധമില്ലാതെ താഴെ കിടക്കുന്നതും ഇവിടെയാണ് ഇവർ പ്രതീക്ഷിക്കാത്ത അടുത്തൊരു കാര്യം സംഭവിച്ചത്. ഇവിടെ വെച്ചാണ് നമ്മുടെ ഡോക്ടറിന്റെ മനസ്സ് മാറുന്നത്. എന്താണെന്ന് വെച്ചാല് ആ ഡയമണ്ട് ഡോക്ടറിന്റെ കയ്യിൽ കിട്ടുന്നതും ഡോക്ടർ ഒരു അത്യാഗ്രഹിയായിട്ട് മാറി. കാരണം തനിക്കും ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ട്, തന്റെ ഭാര്യയെ തിരിച്ചു കിട്ടണം, പണം വേണം. അതിനുവേണ്ടി ആ ഡയമണ്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ തന്റെ മനസ്സ് മാറ്റി പെട്ടെന്ന് സാംസന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തി സാംസനെ അവിടെ വെച്ച് കൊല്ലുന്നത് നമ്മുടെ ഡോക്ടറായിരുന്നു. ഈ കാര്യം ഒരിക്കലും മാർത്ത പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെയാണ് മാർത്ത ഇവിടേക്ക് വന്ന് തന്റെ ആ ഒരു അഭിനയമെല്ലാം കാണിക്കുമ്പോഴത്തേക്കും സാംസൺ മരിച്ചെന്നുള്ള കാര്യം മാർത്ത അറിയുന്നതും എന്തായാലും സാംസനെ കൊന്നത് ഡോക്ടറാണെന്നും മാർത്തയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ആ ഒരു കുറ്റമല്ല നമ്മുടെ ജൂഡിന്റെ മുകളിൽ ഇട്ടു. അത് കഴിഞ്ഞ് അടുത്തായിട്ട് ഡോക്ടർ കൊല്ലാൻ പോകുന്നത് മാർത്തയാണെന്ന് മാർത്തയ്ക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ മാർത്ത നേരെ ഡോക്ടറിന്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് ഈ ഡയമണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടി താഴെ ആ ഒരു ബേസ്മെന്റിലേക്ക് വന്നിരുന്ന് രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ടർ മാർത്തയെ കൊല്ലാൻ വേണ്ടി അവർക്ക് കുടിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു കോഫിയിലെ വിഷം കലർത്തിയിരുന്നു. അതാണ് മാർത്തയ്ക്ക് കുടിക്കാണ്ട് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കുറെ നേരം ഇരുന്ന് സംസാരിക്കുന്നതും പെട്ടെന്ന് മാർത്ത സത്യങ്ങളെല്ലാം പറയുന്നു. അതുമല്ല ഡോക്ടറിനാണെങ്കിലോ ഇപ്പൊ തൊണ്ടയെല്ലാം വരണ്ട്, ചുണ്ടെല്ലാം വല്ലാത്ത രീതിയിൽ ഉണങ്ങി എഴുന്നിട്ട് ഇങ്ങനെ നടക്കുന്നതും ഇവിടെയാണ് ഒരു ടെസ്റ്റ്. അകത്തേക്ക് വരുമ്പോ തന്നെ ഈ ഡോക്ടർ കാണാതെ നമ്മുടെ മാർത്ത ആ കോഫികൾ തമ്മിൽ പരസ്പരം മാറ്റിയിരുന്നു. അപ്പോൾ വിഷമുള്ള ആ ഒരു കോഫിയാണ് നമ്മുടെ ഡോക്ടർ കുടിച്ചത്. അതുകൊണ്ട് ഡോക്ടർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഫോട്ടോയും മറ്റു കാര്യങ്ങളെല്ലാം താഴേക്ക് തള്ളിയിട്ട് വീട് മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടന്നത്. അങ്ങനെ ഡോക്ടർ മരിച്ച് വെളിയിലേക്ക് വീഴുന്നതും നമ്മുടെ ഡോക്ടറിന്റെ ശരീരം വലിച്ച് ഈ ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ ഈ ഫാദറിന്റെ ശരീരവും ഈ ബേസ്മെന്റിലാണല്ലോ ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫാദർ ഡോക്ടറിനെ കൊന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഡോക്ടറിന്റെ ശരീരം അതിനുള്ളിൽ ആ ഒരു ബാത്ടബിലാക്കി അതിലേക്ക് ആ ഒരു കെമിക്കൽ ഒഴിച്ച് ഡോക്ടറിന്റെ ശരീരം ഇല്ലാതാക്കുന്നു. അതേപോലെ ആ ഫാദറിന്റെ കൈയും ഡോക്ടറിന്റെ കഴുത്തിൽ മുറുക്കി പിടിക്കുന്നത് പോലെ വെച്ചിട്ടാണ് മാർത്ത അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഒരിക്കലും മാർത്ത ആരും സംശയിക്കത്തുമില്ല. ഇതെല്ലാം ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഈ ഫാദർ മരിച്ചതിന് ശേഷം ഫാദർ തന്നെ ഉയർത്തെഴുന്നേച്ചു, അല്ലെങ്കിൽ ഈ ഫാദർ ചെയ്ത പ്ലാനാണ് ഇതെല്ലാം എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ഇവർ പക്ക ഒരു പ്ലാനും വെച്ചു. ഇത് മറ്റാർക്കും കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. അപ്പൊ ഇത്രയും സത്യങ്ങൾ മാർത്ത പറയുന്നതല്ലാതെ ഇവർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം മാർത്ത പറഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് തന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നതും ജൂഡ് പറയും മതി, നിങ്ങളുടെ പാവമല്ല ഞാൻ കേട്ടിരിക്കുന്നു പറയുമ്പോഴത്തേക്കും മാർത്ത പെട്ടെന്ന് അവന്റെ മടിയിലേക്ക് വീഴാണ്. വേറെ ഒന്നുമല്ല, മാർത്ത ആ ഒരു വിഷം കുടിച്ചിരുന്നു. അതുകൊണ്ട് മാർത്തയും അധികം നേരം ഇനി ജീവിച്ചിരിക്കത്തില്ല. ഈ സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാർത്തയും അവിടെ വെച്ച് മരിക്കുകയാണ്. അതുപോലെ മരിക്കുന്നതിന് മുന്നേ മാർത്ത ജൂഡിനെ നോക്കിയൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളെങ്കിലും ഈ ഒരു ചർച്ച നല്ലതുപോലെ നടത്തണം. ഇത്രയും കാലം ഈ ഒരു ചർച്ച തെറ്റായിട്ടുള്ള ഒരാളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ മാർത്ത മരിക്കുമ്പോഴത്തേക്കും മാർത്തയുടെ കയ്യിൽ നിന്നും ആ ഒരു ഡയമണ്ട് താഴേക്ക് വീഴും. ഇത് കണ്ട ഹീറോയും ജൂഡും ഉണ്ടല്ലോ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഒരു ഡോർ അടയ്ക്കാനായിട്ട് നടന്നു പോകുന്നു. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം ആ ഒരു എഴുത്തുകാരനുണ്ടല്ലോ അവന്റെ ബുക്ക് നല്ലതുപോലെ തന്നെ എഴുതി കഴിഞ്ഞു, നല്ലതുപോലെ സെല്ലാവുന്നുണ്ട്. അവന്റെ ജീവിതം അതുപോലെ പോകുമ്പോൾ നമ്മുടെ വക്കീല് ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മാറി അവിടെയാണ് അവര് ജീവിക്കുന്നത്. ഇവിടെ ആ ഒരു വയലിനിസ്റ്റ് വിവിയൻ ആണെങ്കിലോ ഈ ദൈവത്തിന്റെ വിശ്വാസം കാരണം തന്റെ കാല് ശരിയാവുമെന്ന് വിശ്വസിച്ച് എത്ര കാലം ഇങ്ങനെ ഇരിക്കാനായിട്ട് അവര് വീണ്ടും തന്റെ പഴയ ജോലി വയലിൻ വായിക്കുന്നതിലേക്ക് തന്നെ അവര് തിരിച്ചുപോയി. ഇങ്ങനെ എല്ലാവരും അവരുടെ ജീവിതം നല്ലതുപോലെ ജീവിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജൂഡിപ്പോ ഡ്രൈവർ ഉണ്ടല്ലോ അവനോട് പറയാണ്. അവനാണെങ്കിലും ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് അപ്പൊ ആ ഡയമണ്ട് എവിടെ, അതെന്റെ സ്വത്താണ്, അതെനിക്ക് വേണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും എന്താന്ന് വെച്ചാൽ ഈ ഡ്രൈവനെ ഇത് കിട്ടിയിട്ട് വേണം അവന്റെ രാഷ്ട്രീയ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി. അതെവിടെയാണെന്നെല്ലാം ചോദിക്കുമ്പോൾ ജൂഡ് പറയും അതെനിക്കറിയത്തില്ല, എൻ്റെ കൂടെ അന്ന് ഡിക്റ്റേറ്റീവ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡിക്റ്റേറ്റീവിനെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ആ ഡയമണ്ട് കണ്ടിട്ടില്ല എന്നാണ് കള്ളം പറയുന്നത്. അങ്ങനെ ഡ്രൈവനും ഇവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നതും
ഇപ്പൊ ഇവരോടൊപ്പം വേറൊരു ഫാദർ ഉണ്ടല്ലോ, നമ്മുടെ ജൂഡിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ട ഒരു ഫാദർ. അയാൾ ജൂഡിനോട് പറയും, ജൂഡ് ഇനി മുതൽ നീ ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ആ ഫാദർ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോയും ജൂഡും പരസ്പരം കൈ കൊടുത്ത് ഹീറോ പറയും, ഇത്രയും നാൾ നീ എന്നോടൊപ്പം ട്രാവൽ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്, അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ ഈ തിരിച്ചു വന്ന് നിങ്ങളെ കാണുമെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ജൂഡ് അവിടെ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ഈ ചർച്ചിനുള്ളിൽ ഒരു കുരിശില്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരു വലിയ മരം മുറിച്ച് അവൻ സ്വന്തം കൈകൊണ്ട് തന്നെ ഒരു വലിയ കുരിശ് അവൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കുരിശെടുത്ത് ഈ ചർച്ചിനുള്ളിലേക്ക് കൊണ്ട് വെക്കുന്നതും എന്നിട്ട് അവൻ കുറച്ചു നേരം അതിലേക്ക് നോക്കി അവിടെ നിന്ന് തിരിച്ചു നടന്നു വരുന്നതും ഇപ്പൊ ആ ഒരു ഡയമണ്ട് എവിടെയെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആ കുരിശിൽ വെച്ചിരിക്കുന്ന യേശുവിന്റെ പ്രതിമയുണ്ടല്ലോ, അതിന്റെ ഹൃദയത്തിനുള്ളിലായിട്ട് സെന്ററിലായിട്ടാണ് ആ ഒരു ഡയമണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ജൂഡ് നല്ലൊരു ഫാദറായിട്ട് തന്നെ ഈ ഒരു ചർച്ച നടത്തിക്കൊണ്ട് പോകും എന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാൻ. അതുവരയ്ക്കും ബൈ.